നമ്മുടെ നഴ്സറിയുടെ പേര് ഗ്രീൻ വാലി. ഇത് സ്ഥിതി ചെയ്യുന്നത് അരീക്കോട് മുക്കം റൂട്ടിൽ വാലില്ലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇവിടെ മെയിനായിട്ടുള്ളത് ഫ്രൂട്ട്സ് തൈകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ്, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മുടെ നഴ്സറിയിൽ ഉണ്ട്. പിന്നെ അതിന് പുറമെ ഇൻ്റർലോക്ക്, സ്റ്റോൺ വർക്ക്, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നഴ്സറിയിലെ ചെടികളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഇത് വാട്ടർ പ്ലാന്റ് ആയ ആമ്പലാണ്. ഇത് ഒരുവിധം എല്ലാ കളറും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇത് അധികം റേറ്റ് വരുന്നില്ല നമുക്ക്. ഇത് ബോഗൺവില്ലയാണ്. ഇത് ഓൾ സീസൺ ആണ്. ഇത് എല്ലാ സീസണിലും ഇത് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ഈ സൈസ്. പിന്നെ ബോഗൺവില്ലയുടെ നല്ലൊരു ശേഖരം നമ്മുടെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ സീസൺ കഴിഞ്ഞു വരുന്ന സമയമായതുകൊണ്ട് ഫ്ലവർ നമുക്ക് കുറവാണ് ഈ സമയത്ത്. ഇനിയിപ്പം മഴയുടെ സമയമായല്ലോ, മഴ കഴിയുന്നതോടുകൂടി ഇനിയും പഴയതുപോലെ തന്നെ ഫ്ലവർ ആവും. എന്നാലും കുറേശ്ശെയൊക്കെ പൂ ഇപ്പോഴും നമ്മുടെ പ്ലാന്റിലുണ്ട്. പിന്നെ ഇത് ഓൾ സീസൺ ആണ്. ഇത് ഏത് സമയത്തും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു സൈസ് ബോഗൺവില്ല. ഇത് ബോൺസായി പ്ലാന്റ്സുകളാണ്. ഇത് ഫൈക്കസിൽ വരുന്ന ഐറ്റമാണ്. ഇതിൻ്റെ ഒരുവിധം എല്ലാ വെറൈറ്റിയും നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിനെയാണ് ഉപയോഗിക്കാറ്. ലാൻഡ്സ്കേപ്പിങ് ചെയ്യുമ്പോൾ നമ്മളിത് വെക്കാറുണ്ട്. പിന്നെ അടിയിൽ പെബിൾസ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വേറൊരു ബോൺസായി ആണ്. ഇത് ഫൈക്കസിൽ വരുന്ന ഐറ്റമാണ്. ഇത് വളരെ ഭംഗിയാണ്. ഇത് വർഷങ്ങൾ ഒത്തിരി എടുത്തിട്ടാണ് ഇത് ഈ രൂപത്തിലാക്കി എടുക്കുന്നത്. ഇത് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ മനോഹരമാണിത്. ഇത് സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ്. ഇത് വളരെ ഭംഗി. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, നമുക്ക് ഏത് ഷേപ്പിലാക്കണോ ആ ഷേപ്പിൽ നമുക്കിതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. നമുക്ക് നല്ല ലവ് ആയിട്ടും നല്ല ആർച്ചായിട്ടോ ഏത് രൂപത്തിലാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ പ്ലാന്റിനെ ആക്കിയെടുക്കാൻ പറ്റും. ഇത് മിൽക്കി ബാമ്പു എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് വളരെ മനോഹരമാണ്. ഇത് റഫായിട്ടുള്ള പ്ലാന്റാണ്. ഒത്തിരി ശ്രദ്ധയൊന്നും വേണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന്. ഇത് നമുക്ക് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് മഴയോ വെയിലോ ഒന്നും ഇതിനൊരു പ്രശ്നമല്ല. നല്ല ഭംഗിയായിട്ട് ഇത് നിന്നോളും. ഇത് അധികം കോസ്റ്റ്ലി ഒന്നും അല്ലാത്ത ഒരു പ്ലാന്റ് ആണ്. ഇതെപ്പോഴും ഫ്ലവർ ഉണ്ടാവും. പല കളറിൽ ഇത് ഫ്ലവർ കാണപ്പെടാറുണ്ട്. ഇതിന് കാക്കപ്പൂ എന്നൊക്കെ സാധാരണ പറയാറുണ്ട് ഇതിന്. ഇത് പെട്ടെന്ന് ഈ പ്ലാന്റ് പോകും, പക്ഷെ എന്നാലും ഈ പ്ലാന്റ് നിൽക്കുന്നിടത്ത് ധാരാളം തൈകൾ ഉണ്ടാവുകയും എപ്പോഴും ഫ്ലവർ നമുക്ക് കാണാൻ സാധിക്കും. അത് പല കളറിലുണ്ടാവും. നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത്. ഇത് ഒത്തിരി നാൾ നിൽക്കും എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. അത് പല കളറിലുണ്ട്. വൈറ്റ് വരുന്നുണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഡബിൾ കളറായിട്ട് പല വെറൈറ്റി വരുന്നുണ്ട്. ഇത് ബംഗാൾ ക്ലോക്ക് വൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതൊരു ക്രീപ്പറാണ്. ഇതിൽ ഫ്ലവറും ഉണ്ടാവും. ഒരു വയലറ്റ് കളറ് ഫ്ലവറും വരും. സാധാരണ ബംഗാൾ ക്ലോക്ക് വൈൻ കാണാറുണ്ട്, പക്ഷെ അതിന് ഇലയ്ക്ക് ഡബിൾ കളർ കാണാറില്ല, വെറിഗേറ്റഡ് ആവാറില്ല. പക്ഷെ ഇത് വെറിഗേറ്റഡ് ആയിട്ടുള്ള ബംഗാൾ ക്ലോക്ക് വൈനാണ്. ഇത് ഫ്ലവർ ഇല്ലേ തന്നെ നമുക്കിതിൻ്റെ ഇല തന്നെ കണ്ടാൽ വളരെ ഭംഗിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വീടിൻ്റെ സൈഡിലൊക്കെ കയറ്റി പടർത്താനും പന്തലിട്ട് നിർത്താനൊക്കെ നിർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഇത്. പീസ് ലില്ലി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. വളരെ മനോഹരമായ ഒരു പ്ലാന്റാണ് ഇത്. നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റാണ്. നല്ല വെയിലത്ത് ഇത് വെക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഷെയ്ഡിലൊക്കെ കൊടുക്കാൻ നല്ല പ്ലാന്റാണ്. വീടിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാൻ, നല്ല ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഇത്.
ഇത് നമുക്ക് നല്ല റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചീപ്പായിട്ട് ഈ പ്ലാന്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് ഫിലോഡെൻഡ്രോണിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതൊരു ക്രീപ്പർ ടൈപ്പാണ്. ഇത് നമുക്ക് നല്ലൊരു സ്റ്റെമ്മയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലും റൂമിൻ്റെ സൈഡിലൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഇത്. ഇത് ലക്കി ബാമ്പു എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് 100% ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഒരു കംപ്ലൈൻറ്റ് വരില്ല. നമുക്കിനി ഒട്ടും വെളിച്ചമില്ലാത്തടത്ത് വേണേലും നമുക്കിത് കൊണ്ടുപോയി വെക്കാം. ലക്കി ബാമ്പു വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. നമുക്കതേപോലെ ടേബിളിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇത്. വെറുതെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഈ ചെടിക്ക്. ഇനി അല്ലെങ്കിൽ മണ്ണിനകത്ത് വേണേലും വെക്കാൻ വേണമെങ്കിൽ, ഇനി അങ്ങനെ വെച്ചില്ലേലും പ്രശ്നമില്ല. വെള്ളം ഒഴിച്ച് കൊടുത്താലും ഈ ചെടി ഇതേപോലെ നിന്നോളും. ഇത് മിനിച്ചുറൽ ആന്തറിയാണ്. ഇത് ഇൻഡോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും. നല്ല ഇൻഡോർ പോട്ടിൽ നല്ല പെബിൾസ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇത് വയ്ക്കാൻ സാധിക്കും. ഇത് സഫ്ലോറ പ്ലാന്റിൻ്റെ മിനിച്ചുറൽ ടൈപ്പാണ്. സാധാരണ ഇത് വലിയ പ്ലാന്റ് ഉണ്ട്, അത് ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ഇതതിൻ്റെ മിനിച്ചുറൽ ടൈപ്പാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ. ഇത് കിങ് പാം എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വളരെ മനോഹരമായ ഒരു പ്ലാന്റാണ്. ഇത് കംപ്ലൈൻറ്റ് വരാറില്ല. സാധാരണ ഇൻഡോർ ആയിട്ട് നമുക്ക് റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇത് ഇൻഡോർ അരിക്കൽ പാം ആണ്. ഇതും അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. കംപ്ലൈൻറ്റ് സാധാരണ വരാറില്ല ഇത് ഇൻഡോർ ആയിട്ട് വെക്കുന്നത്. പിന്നെ അരിക്കൽ പാമ്പിൻ്റെ ഔട്ട്ഡോർ പ്ലാന്റ് വേറെയുണ്ട്. ഇത് ഇൻഡോർ ആയിട്ട് വെക്കുന്ന അരിക്കൽ പാമാണ്. ഇത് നല്ല വെള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നിന്നോളും. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിലെ ഗ്രീന്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. പൂർണ്ണമായിട്ട് ഇൻഡോറായത്. ഇത് യാതൊരു കംപ്ലൈൻറ്റ് വരില്ല. നമുക്കിത് റൂമിൻ്റെ ഒക്കെ കോർണറിലൊക്കെ കൊടുക്കാൻ നല്ല പ്ലാന്റാണ്. ഇത് ഫിലോഡെൻഡ്രോൻ്റെ പ്ലാന്റ് ആണ്. ഇത് പുതിയ വെറൈറ്റിയാണ്. നല്ല പ്ലാന്റ് ആണ്. ഇത് വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്ന പ്ലാന്റാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റാണ് ഇത്. അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോണിലെ മെറൂൺ കളറാണിത്. ഇതും അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റാണ് ഇത്. പിന്നെ ഇത് അഗ്ലോണിമ വൈറ്റ്. ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്, ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ. ഇത് ഫിഡിൽ ഫിഗ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് നിന്നോളൂ. ഇത് പെപ്രോമിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് നല്ല വൈറ്റ് പോട്ടിലൊക്കെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റാണ്. ഇത് ഫൈസോണിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. അത് ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അതൊരു യെല്ലോയും ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്നൊരു പ്ലാന്റ്. അത് നമുക്ക് ഔട്ട്ഡോറിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ്. നല്ല കുറ്റിച്ചെടിയായിട്ട് നിന്നോളും. നല്ല അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്തിങ്ങനെ കാണിക്കും ലോണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഇതൊരു തരം കള്ളിച്ചെടിയാണ്. ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് നമുക്ക് പോട്ടിലൊക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് കാണിക്കും. ഇത് ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇത് മോൺസ്ട്ര എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. ഇത് ഇൻഡോർ ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ല രസമുള്ളൊരു പ്ലാന്റാണ് ഇത്. പിന്നെ ഇതിൻ്റെ ലോക്കലായിട്ട് വേറെ ഐറ്റം വരുന്നുണ്ട്, കുറച്ചും കൂടെ ക്രീപ്പറായിട്ട്. അതിനാണെങ്കിൽ അത് റേറ്റ് വരില്ല. ഭംഗിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ല ബുഷിയായിട്ട് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ കൂടുതൽ നല്ലത്. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഒത്തിരി വെറൈറ്റി ഇതിന് വരുന്നില്ല. ഇത് ഒരു കോമൺ ആയിട്ട് കാണുന്നതാണ്. പക്ഷെ എന്നാലും വളരെ ഭംഗിയാണ്. അത് നല്ല തിക്കായിട്ട് നല്ല നിറഞ്ഞു നിൽക്കും. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് CC പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു ഇൻഡോർ ചെടിയാണ്. ഇത് നമുക്ക് എത്ര വെളിച്ചം കുറവുള്ളിടത്തും നമുക്ക് വെക്കാൻ പറ്റും. കംപ്ലൈൻറ്റ് വരാത്തൊരു നല്ലൊരു ഇൻഡോർ ചെടിയാണ് CC പ്ലാന്റ്.